സുഹൃത്തുക്കളെ മൈഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളെ കഴിഞ്ഞ വീഡിയോ +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ SLC കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള കോളേജിലാണ് അല്ലെങ്കിൽ സ്കൂളിലാണ് ചേരേണ്ടത് എന്നതിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാറ്റഗറി 1, കാറ്റഗറി 2 കോളേജുകളിൽ ചേരരുത്, കാറ്റഗറി 3 സ്കൂളിലോ അല്ലെങ്കിൽ കാറ്റഗറി 3 കോളേജിലോ ചേരണം എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനനുബന്ധമായിട്ട് കേരളത്തിൽ എവിടെയൊക്കെയാണ് ഏതൊക്കെയാണ് കാറ്റഗറി 3 കോളേജുകൾ അല്ലെങ്കിൽ കാറ്റഗറി 3 സ്കൂളുകൾ എന്നൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നേ ഈ കാറ്റഗറി സ്കൂളുകൾ അല്ലെങ്കിൽ കാറ്റഗറി 3 സ്കൂളുകൾ കോളേജുകൾ എവിടെയാണ് നിങ്ങൾ അറിയുന്നതിന് മുന്നേ എന്താണ് കാറ്റഗറി 3 കോളേജുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതറിയാത്ത ആളുകളാണെങ്കിൽ മുന്നത്തെ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വരിക. അത് കാണാതെ ഈ ഒരു വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. ഓക്കെ, അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഇതാ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടതിന് ശേഷം മാത്രം ഈ രണ്ടാമത്തെ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ നിങ്ങളോട് കേരളത്തിൽ എവിടെയൊക്കെയാണ് കാറ്റഗറി 3 കോളേജുകൾ ഉള്ളത്, ഫുട്ബോൾ കളിക്കാൻ ഏറ്റവും നല്ല കോളേജുകൾ ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറയാം. അതിനു മുന്നേ ഇങ്ങനത്തെ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ആദ്യം പറയാം. അങ്ങനെ അഡ്മിഷൻ കിട്ടിയതിന് ശേഷമാണല്ലോ നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അഡ്മിഷൻ കിട്ടാൻ 2 വഴികളാണുള്ളത്. ഒന്ന്, ഇതുപോലുള്ള നല്ല സ്ഥാപനങ്ങൾ, നല്ല കോളേജുകളാവുമ്പോൾ, നല്ല ഫുട്ബോൾ ടീമിന് പ്രാധാന്യം കൊടുക്കുന്ന കോളേജ് ടീമുകളാവുമ്പോൾ അവർ ട്രയൽസ് വെക്കും. മിക്കവാറും അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നേ വെക്കേഷൻ സമയത്ത് തന്നെ ഈ ട്രയൽസ് വെക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ട്രയൽസുകളിൽ നിങ്ങൾ പങ്കെടുക്കുക. അത് എപ്പോഴാണ് ട്രയൽ വരുന്നത് എന്നുള്ളതൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ അറിയിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ഞാൻ പറയുന്ന കോളേജുകൾ ഏതൊക്കെയാണോ അതിൻ്റെ ട്രയൽസ് എപ്പാണ് നടക്കുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായി പേഴ്സണലായിട്ട് അന്വേഷിക്കണം. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ ട്രയലിൽ നിങ്ങൾ പങ്കെടുക്കണം. ഈ ട്രയൽ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. കേരളത്തിലുടനീളമുള്ള ബെസ്റ്റ് പ്ലെയേഴ്സൊക്കെ ഇങ്ങനത്തെ കോളേജുകളുടെ ട്രയലിൽ വരും. അപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുത്ത് കോമ്പറ്റ് ചെയ്ത് നിങ്ങൾ ട്രയൽ നേടിയെടുക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ജില്ലാ ടീമിൽ കളിച്ച താരങ്ങൾ വരും, സംസ്ഥാന തലങ്ങളിൽ കളിച്ച താരങ്ങൾ വരും, അതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള നല്ല പ്ലേയേഴ്സ് വരും. ഈ ട്രയൽസിലൊക്കെ നിങ്ങൾ അത്രയും കോമ്പറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഈ കോളേജുകളിൽ അഡ്മിഷൻ സ്പോർട്സ് കോട്ടയിൽ വാങ്ങിയെടുക്കാൻ. ഒന്നാമത്തെ ഈ ട്രയലിലൂടെ കിട്ടുന്ന ആളുകൾക്ക് സ്പോർട്സ് കോട്ടയിലായിരിക്കും സെലക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ സ്പോർട്സ് കോട്ടയിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കമഡേഷൻ അതുപോലെ തന്നെ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ട്രയൽസുകളിൽ നിങ്ങൾ പങ്കെടുക്കുക. അത് എപ്പോഴാണ് ട്രയൽ വരുന്നത് എന്നുള്ളതൊക്കെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ നമ്മൾ അറിയിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി ഞാൻ പറയുന്ന കോളേജുകൾ ഏതൊക്കെയാണോ അതിൻ്റെ ട്രയൽസ് എപ്പാണ് നടക്കുക എന്നുള്ളത് നിങ്ങൾ കൃത്യമായി പേഴ്സണലായിട്ട് അന്വേഷിക്കണം. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഈ ട്രയലിൽ നിങ്ങൾ പങ്കെടുക്കണം. ഈ ട്രയൽ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കില്ല. കേരളത്തിലുടനീളമുള്ള ബെസ്റ്റ് പ്ലെയേഴ്സൊക്കെ ഇങ്ങനത്തെ കോളേജുകളുടെ ട്രയലിൽ വരും. അപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുത്ത് കോമ്പറ്റ് ചെയ്ത് നിങ്ങൾ ട്രയൽ നേടിയെടുക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ജില്ലാ ടീമിൽ കളിച്ച താരങ്ങൾ വരും, സംസ്ഥാന തലങ്ങളിൽ കളിച്ച താരങ്ങൾ വരും, അതുപോലെ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള നല്ല പ്ലേയേഴ്സ് വരും. ഈ ട്രയൽസിലൊക്കെ നിങ്ങൾ അത്രയും കോമ്പറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഈ കോളേജുകളിൽ അഡ്മിഷൻ സ്പോർട്സ് കോട്ടയിൽ വാങ്ങിയെടുക്കാൻ. ഒന്നാമത്തെ ഈ ട്രയലിലൂടെ കിട്ടുന്ന ആളുകൾക്ക് സ്പോർട്സ് കോട്ടയിലായിരിക്കും സെലക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ സ്പോർട്സ് കോട്ടയിൽ സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കമഡേഷൻ അതുപോലെ തന്നെ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് ചിലപ്പോൾ കോളേജിൽ തരാനൊക്കെ സാധ്യതയുണ്ട്. അത്രയും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പെർഫോമൻസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. ഒരുപക്ഷെ നിങ്ങളും ജില്ലയൊക്കെ കളിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ട്രയലുകളിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങാം. രണ്ടാമത്തത്, സാധാരണ നമ്മൾ പഠിച്ചിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്യുമല്ലോ, പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള കോഴ്സ് എടുത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്യുമല്ലോ. അതുപോലെ ഈ പറയപ്പെടുന്ന കോളേജുകൾ ഞാൻ തരുന്ന ലിസ്റ്റുകളിലുള്ള കോളേജിൽ നിങ്ങൾ സാധാ ഡിഗ്രി അഡ്മിഷന് വേണ്ടി അല്ലെങ്കിൽ +1 അഡ്മിഷന് വേണ്ടിയിട്ട് സ്കൂളുകളിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുത്ത് അഡ്മിഷൻ എടുക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ വാങ്ങിയെടുക്കാം. മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് റെഗുലർ സ്റ്റുഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ കോളേജിൽ കയറി പറ്റി അവിടെ ഫുട്ബോൾ ടീം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഫുട്ബോൾ ടീമിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ റെഗുലറായിട്ട് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് ടീമിൽ കയറി പറ്റും. അങ്ങനെ സ്പോർട്സ് കോട്ട അല്ലാതെ അഡ്മിഷൻ എടുത്തിട്ട് മെയിൻ കോളേജ് ടീമിൻ്റെ ഭാഗമാവുകയും യൂണിവേഴ്സിറ്റി കളിക്കുകയും ചെയ്ത ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമിൽ അവസരം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജില്ല കളിക്കാൻ പറ്റില്ല, നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇങ്ങനെയും അഡ്മിഷൻ എടുത്തിട്ട് ഈ രണ്ടാമത്തെ വഴിയിലൂടെയും അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ കോളേജ് ടീമിൻ്റെ ഭാഗമാകാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ എടുക്കാനുള്ള വഴികൾ എന്ന് പറയുന്നത്. അങ്ങനെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റെഗുലർ ആയിട്ട് ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്ത് മുന്നേറാം. ഇനി എന്തായാലും ഏതൊക്കെയാണ് കേരളത്തിലെ ആ സ്ഥാപനങ്ങളെന്ന് ഞാൻ പറയാം. ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ, കോളേജിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കോളേജുകളായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാതെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പെർഫോമൻസ് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് കിട്ടൂല. നമുക്ക് വടക്കുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചട്ടഞ്ചാൽ കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ സരസൈദ് കോളേജ് ഉണ്ട്, നമ്മളെ പയ്യന്നൂർ കോളേജ് ഉണ്ട്, SN കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് ടീച്ചർ എഡ്യൂക്കേഷൻ നടത്തുന്ന, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന്റെ പഠനം നടക്കുന്ന SPNSS എന്ന് പറഞ്ഞിട്ടുള്ള കണ്ണൂർ ധർമ്മശാലയുള്ള കോളേജ് ഉണ്ട്. ഇങ്ങനെ പല സ്ഥാപനങ്ങളുടെയും ട്രയൽസ് വരാനിരിക്കുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കുക. അവിടെ എപ്പോഴാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കോഴ്സിന് അഡ്മിഷനെ വിളിക്കുന്നത്, അപ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുക. അതുപോലെ തന്നെ അവരുടെ ട്രയലുകളിൽ പങ്കെടുക്കുക. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കണ്ണൂർ കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സ്ഥാപനങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലുണ്ട്. ഒന്നാമതായി നമുക്ക് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ പഠിച്ച ഫറൂഖ് കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ MES മമ്പാട് ഉണ്ട്, നമ്മളെ MO കോളേജ് ഉണ്ട് മുക്കം. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ പ്രാക്ടീസ് നടക്കുന്ന ഡെവലപ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ് MO മുക്കം. അതുപോലെ തന്നെ EMA ഉണ്ട് കൊണ്ടോട്ടി, NSS മഞ്ചേരി ഉണ്ട്, അതുപോലെ വളാഞ്ചേരി കോളേജ് ഉണ്ട്. ഈ കറണ്ട് ചാമ്പ്യൻസ് ആയിട്ടുള്ള വളാഞ്ചേരി കോളേജ് ഉണ്ട്. ഞങ്ങൾ വയനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പ്ലേയേഴ്സ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ക്രസന്റ് ഉണ്ട്, ക്രസന്റ് തൃശ്ശൂർ ക്രസന്റ് ഉണ്ട്, കേരളവർമ്മ കോളേജ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലും ഫുട്ബോൾ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ടീമുകളുണ്ട്. അവിടെയൊക്കെ ട്രയൽസ് വരുമ്പോൾ നോക്കുക. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തേക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ MG യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ MA കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോളേജിൽ MGയിലും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെയുള്ള പ്രധാനപ്പെട്ട കോളേജുകളുടെ പേര് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തുന്നതായിരിക്കും ഒരു പക്ഷേ നല്ലത്. അതുപോലെ തന്നെ നമ്മളെ ബസേലിയസ് കോളേജ് ഒരുപാട് സന്തോഷ് ട്രോഫി പ്ലേയേഴ്സ് ഒക്കെ വന്നിട്ടുള്ള കോളേജാണ്. അപ്പോൾ ഇങ്ങനത്തെ കോളേജുകളുടെ അഡ്മിഷൻ ഉണ്ട്. ഇനി സ്കൂളിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്കൂള് എനിക്ക് കൂടുതൽ ഓരോ ജില്ലയിലും സ്കൂളുകളുടെ പേരെടുത്ത് പറയാൻ എനിക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ റിസൾട്ട് ഉള്ള ടീമുകളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളെ MSP ഉണ്ട്, അതുപോലെ തന്നെ മുത്തൂറ്റ് അക്കാഡമി പ്രാക്ടീസ് ചെയ്യുന്ന MIC ഉണ്ട്, ചേലമ്പ്ര സ്കൂളുണ്ട്, പിന്നെ GV രാജേന്റെ ഒക്കെ അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്കൂളുകൾ, പ്രാദേശികമായിട്ടുള്ള ഒരുപാട് സ്കൂളുകൾ ഓൾ കേരള ലെവലിലുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിനെ പല ജില്ലകളിൽ നിന്നും കൊണ്ടുവന്ന് ഹോസ്റ്റൽ സൗകര്യം കൊടുത്ത് അവരുടെ ഫുഡ് കൊടുത്തും ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അക്കാഡമികളുമായിട്ട് ഒരു ബോണ്ടിങ് ഉള്ള അല്ലെങ്കിൽ അക്കാഡമികളുമായിട്ട് സഹകരിച്ചു പോകുന്ന സ്കൂളുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാതിരി അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ അഡ്മിഷന് പോകും. ഇപ്പോൾ റെഡ് സ്റ്റാർ, അതുപോലെ തന്നെ FC കേരള, ഇവരൊക്കെ അക്കാഡമികളാണ്. ഈ അക്കാഡമികളൊക്കെ അവരെ കുട്ടികളെ ഏതെങ്കിലുമൊക്കെ നല്ല സ്കൂളുകളിലാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ അക്കാഡമികളുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള സ്കൂളുകളായിട്ട് ബന്ധപ്പെടുക, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും പേഴ്സണലായിട്ടുള്ള നല്ല അന്വേഷണം നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ അവസരങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയും ഇതെവിടെയാണ്, ഇതിൻ്റെ അഡ്മിഷൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇതിനെ ആളുകളായിട്ട് ബന്ധപ്പെടാൻ എന്താ ചെയ്യേണ്ടത് സാറേ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കേണ്ട. അങ്ങനെ നിങ്ങൾക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് സ്വന്തമായി നിങ്ങളുടെ വഴിയിൽ അന്വേഷിച്ച് കണ്ടെത്തുക. അതിന് എന്നെ പോലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് റെഫറൻസ് എടുക്കുക എന്നുള്ളത് ഓക്കെയാണ്. അല്ലാതെ 100% നിങ്ങൾക്കിത് നിങ്ങളുടെ നാവിൻ്റെ തുമ്പിലേക്ക് വെച്ച് തരിക എന്നുള്ളത് ഒരു ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സ്വയം അന്വേഷിക്കുക, കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നമുക്ക് പറ്റുന്നത് പോലെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു.